എന്താന്ന് മനസ്സിലായില്ലേ? പുട്ട്. എന്റെ തങ്ക, ഇതും ഉപ്പുമായിട്ട് എന്താണ് വ്യത്യാസം? ഇങ്ങനെ പുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ മാവാക്കി കൊണ്ടുവന്നാൽ പിന്നെ ഇത് പുട്ടാവോ? ഇതിപ്പോ ഉപ്പാവും രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇത് കുഴച്ച് കഴിക്കാനുള്ളല്ലേ? ഈ പുട്ടെന്ന് പറയുന്ന സംഭവത്തിന് ഒരു സങ്കല്പമുണ്ട്. മനസ്സിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു. പുട്ടാണെന്ന് പറഞ്ഞപ്പോൾ വിചാരിച്ച ആ പുട്ടുകുറ്റിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന പുട്ട് ഒരു മുഴുവനോട് ഒരു പ്ലേറ്റ് ഇരിക്കുമ്പോൾ അതിന്റെ തേങ്ങയും അതിന് കുറേ തേങ്ങയൊക്കെ ആദ്യം തിന്ന് പിന്നെ പുട്ട് അതിൽ നിന്ന് പിച്ച് തിന്ന് ഇത് പൊടിച്ചിട്ട് എങ്ങനെ പുട്ടാവണത്? ഇത് എന്താടി ക്ലീറ്റോടെ അടി പറയുന്നത്? ഇത് പിള്ളേരൊക്കെ തിന്നണോക്കെ. ഞാൻ പുറത്തുനിന്ന് വല്ലതും കഴിച്ചോളാം. വേണ്ട വേണ്ട, ഒരെണ്ണം കുറ്റിയിലിരിപ്പുണ്ട്. ഇനി ഇതിൽ ഇത്തിരി പഞ്ചസാരയോ കറിയോ അങ്ങോട്ട് പൊട്ടിച്ച് ഈ പുട്ട് ഒരു കഷ്ണം പോലും പൊടിക്കാതെ ഇത് ഇതുപോലെ നിങ്ങൾ എടുത്ത് തിന്നണം. അല്ല, നിങ്ങക്ക് പുട്ട് പൊടിയാൻ പാടില്ലല്ലോ. കഴിച്ചോ? നമ്മള് പൊടിച്ചാണല്ലോ പുട്ട് കഴിക്കാൻ. ഞങ്ങളൊക്കെ പൊടിച്ചാണ് പുട്ട് കഴിക്കുന്നത്, പക്ഷെ ക്ലീറ്റ പൊടിച്ച് കഴിക്കണ്ട.